ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വിശേഷം തിരുവൈരാണിക്കുളം ശിവപാർവതി ക്ഷേത്രത്തിലേക്കുള്ള ദർശനം ആണ്. ഈ അമ്പലത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. പാർവതി ദേവിയുടെ തിരുനട വർഷങ്ങൾക്കൊരിക്കൽ മാത്രമേ തുറക്കുകയുള്ളൂ കേട്ടോ. അതിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, പണ്ട് കാലങ്ങളിൽ ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നുവെന്നും എന്നാൽ പിന്നീട് ഈ രീതിക്ക് മാറ്റം വന്നുമെന്നുമാണ് വിശ്വാസം. ഐതിഹ്യപ്രകാരം മഹാദേവനുള്ള നിവേദ്യ സാമഗ്രികൾ തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ച് ശാന്തിക്കാരൻ തിരികെ പോരും. ഈ സമയം പാർവതി ദേവിയാണ് നിവേദ്യമൊരുക്കുന്നത്. ശ്രീകോവിലിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് തിടപ്പള്ളി തുറക്കുമ്പോൾ നിവേദ്യം തയ്യാറായിരിക്കും. ഒരിക്കൽ അകവൂർ മനയിലെ അന്നത്തെ കാരണവർ തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യത്തിൻ്റെ രഹസ്യമറിയാനായി പൂജാസമയത്തിന് മുന്നേ തന്നെ തിടപ്പള്ളിയുടെ വാതിൽ തുറന്നു നോക്കി. ഭഗവാനായി നിവേദ്യം തയ്യാറാക്കുന്ന ദേവിയെ കണ്ട് ഭക്തപരവശനായ നമ്പൂതിരിപ്പാട് അമ്മേ ജഗദംബികേ എന്നുച്ചത്തിൽ വിളിച്ചുപോയി. കുപിതയായ ദേവി ഇനി തൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകില്ല എന്ന് അരുളി ചെയ്തു. മറ്റു ഭക്തർക്കായെങ്കിലും ഇവിടം വിട്ടു പോകരുതെന്ന് കരഞ്ഞപേക്ഷിച്ച നമ്പൂതിരിപ്പാടിനോട് അലിവ് തോന്നി ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസം ദർശനഭാഗ്യം നൽകാമെന്നും നട അടഞ്ഞുകിടന്നാലും തൻ്റെ സാന്നിധ്യമുണ്ടാകുമെന്നും അനുഗ്രഹിച്ചു. ഇതിൻ പ്രകാരമാണത്രേ പതിവായി തുറന്നിരിക്കുന്ന ശ്രീപാർവതി ദേവിയുടെ തിരുനട ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 നാൾ മാത്രം തുറക്കാൻ തുടങ്ങിയത്. നട അടഞ്ഞു കിടക്കുമ്പോഴും ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന വിശ്വാസത്താൽ നട തുറപ്പ് മഹോത്സവ ശേഷവും വർഷം മുഴുവൻ നിരവധി ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലെത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്തു പോന്നു. ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് നിറപറനിറക്കൽ. പറനിറക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഓരോ ഗുണങ്ങളാണ്. മംഗല്യ സൗഭാഗ്യത്തിനും ഭർത്താവിൻ്റെ ദീർഘായുസ്സിനും വേണ്ടിയാണ് മഞ്ഞൾ പറനിറക്കുന്നത്. കുടുംബത്തിന് ഐശ്വര്യവും ഉയർച്ചയും നൽകുന്നതിന് വേണ്ടി നെൽപ്പറ നിറക്കുന്നു. രോഗശമനത്തിന് വേണ്ടിയാണ് മലർപ്പറ. രാഹുദോഷം മാറുന്നതിന് എള്ളു പറയും. വളരെ അപൂർവമായാണ് പൂവ് പറ നിറക്കുന്നത്. മാനസിക ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ് പൂവ് പറ നിറക്കുന്നത്. ഇതൊക്കെ കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളും വേറെയുണ്ട്. ശിവപാർവതിമാരെ കൂടാതെ തന്നെ സതീദേവി, യക്ഷിയമ്മ, മഹാവിഷ്ണു, നാഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകൾ. പിന്നെ ഗണപതി ഭഗവാൻ, ശാസ്താവ്, എല്ലാ ദൈവങ്ങളെയും കണ്ട് കണ്ണ് നിറഞ്ഞ് മനസ്സിന് സന്തോഷത്തോടു കൂടി ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്കാണ് നമ്മൾ കാൽവെച്ച് കയറുന്നത്. ഓരോ അമ്പലങ്ങളും ഓരോ പ്രതിഷ്ഠകളും നമ്മളുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് അമ്പലങ്ങളിൽ പോയി വരുമ്പോൾ മാത്രമാണ് നമ്മൾക്കറിയാൻ കഴിയുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോകാനും വഴിപാട് കഴിക്കാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട്. ഈ വർഷത്തെ 2ാമത്തെ അമ്പല ദർശനമാണ് എൻ്റേത് കേട്ടോ. 2026 തുടക്കത്തിലാണ് ഞാൻ പാലാരിവട്ടത്തുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പോയത്. ഇപ്പം തിരുവൈരാണിക്കുളം. എൻ്റെ ഓരോ പ്രവൃത്തിയുടെയും പിന്നിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ അറിയാമല്ലോ, നമ്മൾ അമ്പല ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചന്ത കാണലാണ് മെയിൻ. എല്ലാ കാര്യങ്ങൾക്കും നല്ല വിലക്കുറവും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാനും പർച്ചേസ് ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴൊക്കെയുള്ള സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ എങ്കിലും എൻ്റെ കൃഷ്ണ, ഈ ഒരു സൈറ്റിൽ നമ്മൾക്ക് വേണ്ടുന്ന ഒരുപാട് ഭക്തിപരമായ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ വിശേഷം പിന്നീട്.